നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചാൽ കോടതിയെ സമീപിക്കുമെന്ന് പി.വി. അൻവർ. തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുക എന്ന പിണറായിയുടെ ആവശ്യത്തിന് കേന്ദ്രം കൂട്ടുനിൽക്കുന്നുവെന്നും പി.വി. അൻവർ ആരോപിച്ചു. പി.വി. അൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിറകോട്ട് പോകുന്നുവെന്ന് സംശയിക്കുന്നതായി പി.വി. അൻവർ ആരോപിച്ചു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇനിയും വൈകിയാൽ കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക എന്നത് ആരുടെ ആവശ്യമാണ്? പിണറായിയുടെ ആവശ്യമാണ്. നമ്മൾ ഈ ആഴ്ച കൂടി വെയിറ്റ് ചെയ്യും. ഈ ആഴ്ചക്കുള്ളിൽ തീരുമാനമില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക എന്നത് മാത്രമേ ഇതിന് മാർഗമുള്ളൂ. UDF പ്രവേശനത്തിലുള്ള ചർച്ചകളുടെ ഭാഗമായി പി.വി. അൻവർ ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ P.K. കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തു. എങ്ങനെയാണോ തിരുവനന്തപുരത്ത് നടന്ന ആ ചർച്ച, അതേ ഇഫക്റ്റ് തന്നെയാണ്. വളരെ അനുകൂലമാണ്, അനുഭാവപൂർവ്വമാണ്. കേരള കോൺഗ്രസ് നേതാക്കളുമായും പി.വി. അൻവർ കൂടിക്കാഴ്ച നടത്തും. പാലക്കാട് മോഡൽ കാലുമാറ്റം നിലമ്പൂരിൽ ഉണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചയുടൻ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും. പാലക്കാട് ഒരിക്കലും ആവർത്തിക്കപ്പെടത്തില്ല. ഇവിടുന്ന് ആരും കാലുമാറി പോകാൻ പോകുന്നില്ല. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. മുന്നണി പ്രവേശനം ഉണ്ടായില്ലെങ്കിലും പി.വി. അൻവറിന്റെ പിന്തുണ ഉറപ്പിച്ച് മുന്നോട്ട് പോകാമെന്നാണ് UDF പ്രതീക്ഷ. മലപ്പുറം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.